സിനിമാ താരങ്ങളെക്കുറിച്ച് പൊതുവായി പറയാനുള്ളൊരു കാര്യം, നമ്മൾ കൊടുക്കുന്ന പണവും സപ്പോർട്ടും കൊണ്ടാണ് അവർ താരങ്ങളാവുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മളെ കൊണ്ട് ഗുണമുണ്ട്. പക്ഷേ ഒരു താരത്തിൻ്റെ ആരാധകനായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്, അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു മോഹൻലാൽ ഫാൻ അല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. കാരണം ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു ഗുണം, ചില സ്ഥലങ്ങളിൽ ചില യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ ചില ഫംഗ്ഷനൊക്കെ ചെന്നിട്ട് ചില ആൾക്കാരെ നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല. കാരണം അവരുടെ ഒരു ഏജ് വേറെ ആയിരിക്കും, അവരുടെ ഫീൽഡ് വേറെ ആയിരിക്കും. പിന്നെ നമുക്ക് അവരെ പേഴ്സണലി വലിയ അടുപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മൊത്തം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അവരും അങ്ങനെ ഒന്നും ഷെയർ ചെയ്യില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റിയ നല്ലതാണ്. ആ സമയത്ത് നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിച്ചു കൊടുക്കും. ആ കേൾക്കുന്ന ആൾക്ക് സിനിമയെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അങ്ങനെ പറഞ്ഞ് നമ്മൾ അവസാനം ആരുടെ സിനിമയാണ് ഇഷ്ടം എന്നൊരു കാര്യം പറഞ്ഞ് മോഹൻലാലിലേക്ക് എത്തും. പിന്നെ നമുക്ക് വാതോരാതെ സംസാരിക്കാനുള്ള വിഷയങ്ങളായി. സോ ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് പല സ്ഥലത്തും നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാറുണ്ട്. ഇതേപോലെ കോമൺ ആയിട്ട് സംസാരിക്കാനുള്ള ആൾക്കാരെ കിട്ടാറുണ്ട്. ഞാൻ ശരിക്കും നല്ല ഡീപ്പ് മീനിങ് ഫുൾ കോൺവെർസേഷൻസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇതേപോലെ പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഒരു ഐസ് ബ്രേക്കിങ്ങിന് ഈ ഒരു കാര്യം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇതേപോലെ പല സമയങ്ങളിലും മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാനൊരു വിഷയം കിട്ടി, നല്ല കോൺവെർസേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഗുണമുള്ളത്, നമുക്ക് ലൈഫിൽ ഇങ്ങനെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യാനുള്ള കുറേ മൊമെൻറ്റുകൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നില്ല. പക്ഷേ നമ്മളൊരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് അത്തരം ഒരുപാട് മൊമെൻറ്റുകൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ മലയാളത്തിൽ ആദ്യത്തെ 50 കോടി പടം ഒരു മോഹൻലാൽ സിനിമയാണ് എന്നത് പ്രൗഡായിട്ട് പറയുന്നു. നമ്മളതൊരു പോസ്റ്റായിട്ട് ഷെയർ ചെയ്യുന്നു, കൂട്ടുകാരോട് സംസാരിക്കുന്നു. പുലിമുരുകൻ 100 കോടി അടിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്, നമുക്കൊരു അഭിമാനം തരുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് അല്ല, ഇത് നമ്മൾ ആരാധിക്കുന്ന നടൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്. അദ്ദേഹമാണ് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അതേപോലെ 56-ാം വയസ്സിൽ അദ്ദേഹം പുലിമുരുകനിൽ ഒരു സ്റ്റണ്ട് ചെയ്തു. ആ ഒരു സ്റ്റണ്ട് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത സ്റ്റണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു അത് ഡ്യൂപ്പാണെന്ന്. പിന്നെ അത് സ്റ്റേജിൽ അദ്ദേഹം പെർഫോം ചെയ്തു. അപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ എണീറ്റ് എന്ന് കൈയടിച്ചു. ആ ടൈമിൽ നമുക്കതൊരു പ്രൗഡ് മൊമെൻ്റാണ്. കാരണം നമ്മളൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷേ ആ പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാക്കി തന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനാണ്. അദ്ദേഹമാണ് അവിടെ അത്രയും റിസ്ക് എടുത്ത് ആ ഒരു സ്റ്റണ്ട് ചെയ്തത്. ഇപ്പോൾ അതേ തുടരും എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി കളക്ട് ചെയ്തപ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷവും അഭിമാനവും തരുന്ന കാര്യമാണ്. പിന്നെ എമ്പുരാൻ ആൻഡ് തുടരും, ഈ 2 സിനിമകളും ഒരു 3 മാസത്തിനുള്ളിലാണ് 400 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്തത്. അതോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രി ഉഷാറായി, തിയേറ്ററുകാർ ഉഷാറായി, എല്ലാവരും ഹാപ്പി. അപ്പോൾ ഇത്തരം പോസ്റ്റുകൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നത് അവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കാനാണ്, അതോടൊപ്പം വേറെ ചിലരെ കാണിക്കാനും കൂടെയാണ്. കാരണം കുറച്ച് കാലമായിട്ട് നമ്മൾ ചില കുത്തുവാക്കുകൾ കേട്ട് സഹിച്ചിരിക്കുകയാണ് തിരിച്ചെന്തെങ്കിലും പറയാനായിട്ട്. പക്ഷേ അവരോടൊരു മറുപടി എന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. അതും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ തന്നെ അച്ചീവ്മെൻ്റാണ്. നമ്മളോട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതും പറഞ്ഞ് നമുക്ക് ആളാവാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. സോ ഇങ്ങനത്തെ മൊമെൻറ്റുകൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ? നമ്മളുടെ ആരാധിക്കുന്ന ആ ഒരു നടൻ്റെ അച്ചീവ്മെൻറ്റ് വെച്ച് നമ്മൾ ആളാവുന്നത്, നമ്മൾ പേഴ്സണലി നേടിയ ഒരു നേട്ടമല്ല അത്, ആ ഒരു നടൻ്റെ ഫാനാണ് എന്നത് മാത്രമാണ് ഇവിടെ നമ്മളെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം. പക്ഷേ ആ വിജയം നമ്മളുടെ വിജയമാണെന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. അങ്ങനെ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ ആളായിട്ടുണ്ട്. സോ അങ്ങനെ പല സ്ഥലങ്ങളിലും ആളാവാനും പറഞ്ഞു ജയിക്കാനും അഭിമാനിക്കാനും ഒക്കെയുള്ള മൊമെൻറ്റ്സ് മോഹൻലാൽ എന്ന നടൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ പുറമെ മോഹൻലാൽ എന്ന ആക്ടറിൻ്റെ പെർഫോമൻസ് എന്നെ ഒരുപാട് തവണ ചിരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ അത്ഭുതത്തോടെ അത് നോക്കി നിന്നിട്ടുണ്ട്. ഒരുപാട് തവണ ആവേശത്തോടെ കൈയടിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ നേരെ എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ണ് നിറഞ്ഞ് ഞാൻ കൈയടിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ ഒരുപാട് നല്ല സിനിമാറ്റിക് മൊമെൻറ്റ്സ് മോഹൻലാൽ എന്ന നടൻ്റെ പെർഫോമൻസ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു താരമായതിനു ശേഷമാണ് ഞാൻ ജനിച്ചത്. പക്ഷേ അതിന് മുമ്പ് ഇറങ്ങിയ സിനിമകൾ ടി വിയിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ കാണുമ്പോൾ തന്നെ ഇതുപോലുള്ള നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമുള്ള സിനിമകൾ തിയേറ്ററിൽ മറ്റാൾക്കാരെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ റെസ്പോൺസ് കണ്ടിട്ട് നമുക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. സോ മോഹൻലാൽ എന്ന ആക്ടർ ആക്റ്റീവായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. സോ ഞാനൊരു മോഹൻലാൽ ഫാനാണ് എന്ന സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പ്രിയപ്പെട്ട ലാലേട്ടന് പിറന്നാൾ ആശംസകൾ.